ഹായ് സ്റ്റുഡൻസ്, കരിയർ മേക്കറിൻ്റെ പുതിയ ഒരു ഇംഗ്ലീഷ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജെറൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പലപ്പോഴും SSC ബാങ്ക് എക്സാമിനേഷൻസിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു യൂസേജസിൻ്റെ കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ട്രിക്ക് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ടോപ്പിക്കാണ്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, മാർക്ക് എളുപ്പം മേടിക്കാം. ജെറൻഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷീ അവോയ്ഡഡ് ഡാഷ് ഹിം അബൌട്ട് ഹെർ പ്ലാൻസ്. ഷീ അവോയ്ഡഡ് ഡാഷ് ഹിം അബൌട്ട് ഹെർ പ്ലാൻസ്. അവിടെ ബ്രാക്കറ്റിൽ ടെൽ എന്ന് പറയുന്നൊരു വെർബ് കൊടുത്തിട്ടുണ്ട്. ആ ടെൽ എന്ന് പറയുന്ന വെർബിൻ്റെ എക്സാക്റ്റ് ഫോമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി ബേസിക് ആയൊരു കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ജെറൻഡ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. ജെറൻഡ് എന്ന് പറഞ്ഞാൽ വെർബൽ നൗൺ എന്നൊക്കെ പറയും. അതൊരു ING ഫോമാണ്. വെർബിൻ്റെ കൂടെ ING ചേർത്താൽ ജെറൻഡ് നമുക്ക് നിർമ്മിക്കാം. പക്ഷേ ഇത് വെർബിൻ്റെ V4 അല്ല കേട്ടോ. പ്ലേഡ്, പ്ലേയിങ് എന്ന് പറയുന്ന ആ പ്ലേയിങ് അല്ല ഈ ജെറൻഡ് എന്ന് പറയുന്നത്. ജെറൻഡും പ്ലേയിങ് തന്നെയാണ്. അതായത് ഇതിൻ്റെ ഒരു ട്രിക്ക് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ ING ഫോമിന് മുൻപ് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ ING ഫോം V4 ആയിരിക്കും. വെർബിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഓക്കെ, ഓക്സിലറി വെർബിന് ശേഷമാണ് ING ഫോം എങ്കിൽ ആ ING ഫോം V4 ആണ്. എന്നാൽ ING ഫോമിന് മുൻപ് ഓക്സിലറി വെർബ് ഒന്നുമില്ല എങ്കിൽ ആ ING ഫോം ജെറൻഡ് അല്ലെങ്കിൽ വെർബൽ നൗൺ, വെർബിൽ നിന്ന് ഉണ്ടാകുന്ന നൗൺ ആയിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകരുത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ING ഫോമാണ്, ജെറൻഡും ING ഫോമാണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിളിന് മുൻപിൽ ഓക്സിലറി വെർബ് ഏതെങ്കിലും ഉണ്ടാകും, എന്നാൽ ജെറൻഡിന് മുൻപിൽ ഓക്സിലറി വെർബ്സ് ഉണ്ടാകില്ല. ഓക്കെ, ഈ കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തതായി, ഇത്തരം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ കുറേ വെർബുകൾക്ക് ശേഷം ജെറൻഡ് മാത്രമേ ഉപയോഗിക്കൂ എന്ന ഒരു റൂളുണ്ട്. കുറേ വെർബുകൾക്ക് ശേഷം ജെറൻഡ് ഉപയോഗിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാർട്ട്, സ്റ്റോപ്പ്. സ്റ്റാർട്ടിൻ്റെ ഓപ്പോസിറ്റാണ് സ്റ്റോപ്പ്. പഠിക്കാൻ എളുപ്പമാണ് നമുക്ക്, അല്ലേ? അതുപോലെ ലവ്, ഹെയ്റ്റ്. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ലവ്, ഹെയ്റ്റ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ഇങ്ങനെയുള്ള കുറച്ച് വെർബുകളുണ്ട്. ഈ വെർബുകൾക്ക് ശേഷം ജെറൻഡ് ഉപയോഗിക്കൂ എന്നറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങളൊക്കെ എളുപ്പമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇവിടെ നമ്മൾ കാണുന്ന ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന വെർബ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനിൽ കാണുന്ന വെർബ് അവോയ്ഡ് ആണ്. അവോയ്ഡഡ് ആകാം, അവോയ്ഡഡ് വെർബിൻ്റെ V2. അവോയ്ഡിന് ശേഷം ജെറൻഡ് ഉപയോഗിക്കുകയുള്ളൂ. ലവ്, ഹെയ്റ്റ്, ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റോപ്പ്, സ്റ്റാർട്ട് പോലെയുള്ള വെർബുകൾ, അതിൻ്റെ കൂട്ടത്തിൽ അവോയ്ഡ്, അതുപോലെ എൻജോയ് എന്ന് പറയുന്ന വെർബ്, ഇതിനെല്ലാം ശേഷം ജെറൻഡ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ A ടെൽസ് ആണ്. അത് വെർബിൻ്റെ V1 ആണ്. V1 സിംഗുലർ V1 ആണത്. ഓക്കെ, വെർബിൻ്റെ സിംഗുലർ V1 ആണ് എന്ത്? ടെൽസ് എന്ന് പറയുന്നത് V1 സിംഗുലർ V1 ആണ്. ടെല്ലിംഗ് എന്ന് പറയുന്നത് ജെറൻഡ് ആണ്. ടെല്ലിംഗ് എന്ന് പറയുന്നത് ജെറൻഡ് ആണ്. ഓക്കെ, ടെല്ലിംഗ് ജെറൻഡ് ആണ്. ടോൾഡ് എന്ന് പറയുന്നത് V2ഉം V3യും ടോൾഡ് തന്നെയാണ് കേട്ടോ. ടെൽ, ടോൾഡ്. വിൽ ടെൽ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫോമാണ്. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, നമ്മുടെ റൂൾ ശ്രദ്ധിക്കണം. ലവ്, ഹെയ്റ്റ്, ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, എൻജോയ്, അവോയ്ഡ്, ഇങ്ങനെയുള്ള വെർബുകൾക്ക് ശേഷം ജെറൻഡ് ഉപയോഗിക്കണം എന്ന് ഓർത്തിരിക്കുക. ഇവിടെ അവോയ്ഡിന് ശേഷം, അവോയ്ഡ് എന്ന വെർബിന് ശേഷം ഇവിടെ വരുന്നത് ടെല്ലിൻ്റെ ING ഫോമാണ്, അതായത് ജെറൻഡ് ആണ്. ഓക്കെ, ജെറൻഡ് എന്ന് പറയുന്നത് ടെല്ലിംഗ് ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഷീ അവോയ്ഡഡ് ടെല്ലിംഗ് ഹിം അബൌട്ട് ഹെർ പ്ലാൻസ് എന്ന ആൻസറിലേക്ക് പെട്ടെന്ന് നമ്മൾ എത്തിച്ചേരുന്നു. അടുത്ത ഒരു ട്രിക്കുമായി, പുതിയൊരു ഇൻഫർമേഷനുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ബൈ.